ഓക്കെ, ഞാനിപ്പോ പറഞ്ഞത് നിങ്ങൾക്ക് ക്ലിയർ ആയി കാണുമെന്ന് തോന്നുന്നു. എനിവേ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം, കാരണം അത് റെക്കോർഡ് ആവാനായിട്ട് ഒരു ഇച്ചിരി ഡിലേ വന്നു. ഞാൻ പ്രസന്റ് ചെയ്തതും ഒന്ന് പോയിരുന്നു, റെക്കോർഡിംഗും ഒന്ന് ഡിലേ ആയി. അപ്പൊ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് പറയാം. നമ്മള് നെക്സ്റ്റ് പഠിച്ചത് അല്ലെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ടോളറൻസ് ഫോർ ആംബിഗ്വിറ്റി ആണ്. അതിൽ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ എന്താണ്? പേഴ്സണാലിറ്റി, സ്വഭാവം, ഒരു വ്യക്തിയുടെ സ്വഭാവം തന്നെയാണ്. അതായത് ഒരു മാനേജേഴ്സ് ഒക്കെ ആയിട്ട് നിയമിക്കുന്ന വ്യക്തികൾക്ക് ചില പ്രത്യേക യോഗ്യതകൾ ഉണ്ടാവണം. അതായത് എന്തെങ്കിലും മാറ്റങ്ങൾ വരികയാണെങ്കിൽ, ഇൻ കേസ് മാറ്റങ്ങളെ മാത്രമല്ല പുതിയ അവ്യക്തമായിട്ടുള്ള ചില ഘടകങ്ങൾ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് തന്നെ, അത് ചിലപ്പോൾ വേണമെങ്കിൽ പൂർണ്ണമായ ഇൻഫോർമേഷൻസ് ഒന്നും കിട്ടിയില്ലെങ്കിൽ കൂടി അവ്യക്തതയോടുകൂടി വരുന്ന ചില ഇൻഫോർമേഷൻസ് അതെല്ലാം തന്നെ കൂട്ടിയോജിപ്പിച്ച് ഒരു വിജയത്തിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ ചെയ്തു പോകാനുള്ള പ്രത്യേക കഴിവുണ്ടാവണമെന്നുള്ളതാണ്. നോക്കാം. This personality trait indicate the level of independence that people can endure without experiencing undue stress can all still function effectively. അപ്പൊ നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് കഠിനമായ സമ്മർദ്ദത്തിലും അല്ലെ, ചിലപ്പോ വേണമെങ്കിൽ ഇങ്ങനെ ചെയ്താൽ എന്താവും അല്ലെ, അതല്ലെങ്കിൽ അങ്ങനെ ചെയ്യേണ്ടത് മതിയോ, അങ്ങനെ പലതരത്തിലുള്ള ഒരു പോയിന്റ്സുകൾ വരാം അല്ലെ. ഈ രീതി വേണോ, നമ്മൾ ചെയ്യുന്ന ആ രീതി വേണോ, അല്ലെങ്കിൽ ഇച്ചിരി കൂടി റിസ്ക്, അല്ലെങ്കിൽ കുറച്ചുകൂടി ഇൻ കേസ് നമുക്കറിയാം ഹോസ്പിറ്റലൊക്കെ ആവുമ്പോൾ ജീവന് വളരെ അല്ലെ വിലയുള്ള ടൈമുകളിലൊക്കെ ഇൻ കേസ് തിരക്കുകളൊന്നും ഇല്ലാതെ ഒരുപാട് പേരുടെ ജീവൻ രക്ഷിക്കേണ്ട ചില ഡിസാസ്റ്റർ ടൈമുകളൊക്കെ ഉണ്ടാവും, ദുരന്തങ്ങളൊക്കെ നിറഞ്ഞ സമയങ്ങളുണ്ടാവും. അപ്പൊ അവിടെ ഏറ്റവും നല്ല രീതി എന്താന്ന് ചിലപ്പോ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും ഹോസ്പിറ്റലിൽ ഉണ്ടാകുന്നത് അല്ലെ. അപ്പൊ അവരുടെ ചില വിവരങ്ങൾ തന്നെ പൂർണ്ണമായിട്ട് ലഭ്യമാകണമെന്നില്ല. അവിടെ എന്തെങ്കിലും തൊട്ടടുത്ത് സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്നൊക്കെ വളരെ അവ്യക്തമായിട്ടുള്ള വിവരങ്ങളൊക്കെ ആയിരിക്കും. എങ്കിലും ചില തീരുമാനങ്ങളൊക്കെ നമുക്ക് എന്താണ് കിട്ടിയിരിക്കുന്ന ഇൻഫോർമേഷൻസ് ഒക്കെ വെച്ച് ചിലപ്പോൾ ചില ഡിസിഷൻസ് ഒക്കെ എടുത്ത് ആ ഒരു വിജയത്തിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു കഴിവുറ്റ യോഗ്യനായ വ്യക്തിയായിരിക്കണം മാനേജിംഗ് പൊസിഷനിലൊക്കെ ഇരിക്കുന്നവര്. സോ അവിടെ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ മാനേജേഴ്സ് ഹാവ് ടു വർക്ക് വെൽ അണ്ടർ കണ്ടീഷൻസ് ഓഫ് extreme uncertainty and insufficient information, especially when things are rapidly changing in the organization's external environment. ഓക്കെ, ചിലപ്പോൾ വേണമെങ്കിൽ നമുക്കറിയാം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ വേണമെങ്കിൽ ചേഞ്ചസ് വരാം അല്ലെ. അപ്പൊ നമ്മളിപ്പോ ഇതൊരു രീതി സംഭവിച്ചുകൊണ്ടിരുന്ന നമ്മൾ അതിലേക്ക് ഓക്കെ ആ ഒരു രീതി ഫോക്കസ് ചെയ്തുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴായിരിക്കും ചിലപ്പോൾ അതിനേക്കാൾ വലിയ ഭീകരമായ വേറെ അന്തരീക്ഷങ്ങൾ അവിടെ സംഭവിക്കുക അല്ലെ. പ്രത്യേകിച്ച് മണ്ണിടിച്ചിൽ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഒരു കണക്കിന് ഒരു കാര്യങ്ങളൊക്കെ സക്സസ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴായിരിക്കും അതിനേക്കാൾ വലിയ രീതിയിലുള്ള ആഘാതങ്ങളായിട്ട് വരുന്നത്. അപ്പൊ നമുക്ക് ചിലപ്പോൾ ആണെങ്കിൽ വീണ്ടും മാറ്റങ്ങളൊക്കെ വരുത്തേണ്ടതൊക്കെ ആയിട്ട് വരും അല്ലെ. അപ്പൊ അതിലെ കഠിനമായിട്ടുള്ള റിസ്കുകളൊക്കെ ഫേസ് ചെയ്യാനായിട്ടുള്ള ഒരു ശേഷി, അതിനനുസരിച്ചുള്ള ഡിസിഷനൊക്കെ എടുക്കാനുള്ള ഒരു പവർ, അങ്ങനെയുള്ള യോഗ്യരായ വ്യക്തികളൊക്കെയാണ് മാനേജിംഗ് പൊസിഷനിലൊക്കെ ഇരുത്താനായിട്ട് ശ്രമിക്കേണ്ടത്. മാനേജേഴ്സ് who have low forbearance for vagueness may be effective when things are rapidly changing and much information about the future turn of event is not available. Okay, ചിലപ്പോ ഫ്യൂച്ചർ കാര്യങ്ങളൊക്കെ ചിലപ്പോ ആണെങ്കിൽ ഈവെന്റ്സ് കാര്യങ്ങളെ കുറിച്ചിട്ടൊന്നും നല്ല ഇൻഫോർമേഷൻസ് അവൈലബിൾ ആകണമെന്നില്ല. എങ്കിലും അവിടെ അവ്യക്തതയുള്ള കാര്യങ്ങളിൽ ഒരു സഹിഷ്ണുതയോട് കൂടിയിട്ട് പെരുമാറാനുള്ള ശേഷി അവിടെ ഉണ്ടാവണം. Thus, tolerance for vagueness is a personality dimension necessary for a managerial success. മാനേജീരിയൽ കാര്യങ്ങളൊക്കെ വിജയപ്രദമാക്കാനായിട്ട് പ്രധാനപ്പെട്ട ഒരു പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് എന്താണ്? ടോളറൻസ് ഫോർ വീക്ക്നെസ് അല്ലെ. അവിടെ അസെൻഷ്യനോടുകൂടി അല്ലെ സഹിഷ്ണുമായിട്ടുള്ള രീതികൾ, അതായത് ഏറ്റവും നല്ല രീതിയിൽ എത്രയും നല്ല തീരുമാനം ഇതാണ് അല്ലെ, നല്ല രീതിയിൽ അതിനെ കോൺഫിഡൻസോട് കൂടിയിട്ട് എടുക്കാനായിട്ട് ഉള്ള വ്യക്തമായ അല്ലെങ്കിൽ ഇൻ കേസ് അവ്യക്തമായിട്ട് ഇൻഫോർമേഷൻസ് ആണ് എങ്കിൽ കൂടി അതിനെ മനസ്സിലാക്കി സ്ട്രെസ് ഉണ്ടെങ്കിൽ കൂടി അല്ലെ നല്ല രീതിയിൽ തന്നെ ചില കാര്യങ്ങളൊക്കെ ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ അവിടെ പ്രൊസീഡ് ചെയ്ത് നടപ്പാക്കാനായിട്ടുള്ള ശേഷിയൊക്കെ ഉള്ള വ്യക്തിത്വങ്ങൾ ഇതിനെയാണ് എന്തെന്ന് പറയുന്നത് ടോളറൻസ് ഫോർ ആംബിഗ്വിറ്റി എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ാണോ? അയച്ചു നോക്കാം. ഭയങ്കര ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെയാണോ? ക്ലിയർ ആയോ?
ഓരോ വ്യക്തിത്വങ്ങളെ മനസ്സിലാക്കി തരിക എന്ന് പറയുന്നത് നിങ്ങളുടെ കൂടി സപ്പോർട്ട് വേണം. ഓക്കെ ആണോ? അതില് വേർഡ് മീനിങ്സ് ഒക്കെ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് പോവുക. ടോളറൻസ് എന്ന് പറയുന്നത് ഓക്കെയാണോ? എന്താണ്? സഹിഷ്ണുത അല്ലെ? ഇവിടെ എന്താണ്? വേഗനസ് എന്ന് പറയുന്നത് എന്താണ്? അവ്യക്തത അല്ലെ? അവ്യക്തമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും വ്യക്തമായിട്ടുള്ള ഒരു അല്ലെ സഹിഷ്ണുതയോട് കൂടിയിട്ട് പെരുമാറാനുള്ള കഴിവ്, അങ്ങനെയുള്ള പേഴ്സണാലിറ്റി ഉള്ള വ്യക്തികളെയൊക്കെയാണ് അല്ലെ. നമ്മളിപ്പോ നല്ല ക്വാളിഫിക്കേഷൻ ഒക്കെ ഉണ്ടെങ്കിലും ചിലപ്പോൾ ഡിസിഷൻ എടുക്കാനുള്ള ഒരു പവർ ഇല്ല എങ്കിലും ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ അല്ലെ, ഏത് സാഹചര്യമാണോ അത് ആ സാഹചര്യത്തിനോടനുസരിച്ച് സ്ട്രെസ് നിറഞ്ഞ കാര്യങ്ങളിലും അവ്യക്തതയുള്ള കുറെ ഇൻഫോർമേഷൻസിൽ നിന്നും നമുക്ക് ചില തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ട സാഹചര്യങ്ങൾ വരുമ്പോൾ അവിടെ അത് അഡോപ്റ്റ് ചെയ്യാനുള്ള പവർ ഉണ്ടാവും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള വ്യക്തികളെയൊക്കെയാണ് ചില പ്രത്യേക ജോലികളിലൊക്കെ നിയമിക്കാനായിട്ട് പാടുള്ളത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കാം. അടുത്ത പേഴ്സണാലിറ്റി ഉള്ളവർ അല്ലെ, നമ്മളിപ്പോ ഒരേപോലെ യോഗ്യതകളും കാര്യങ്ങളൊക്കെ വെച്ച് നമ്മൾ സെലക്ട് നടത്തുന്ന അല്ലെ, സെലക്ഷൻ പ്രോസസ് ഒക്കെ നടത്തുമ്പോൾ മറ്റൊരു കാര്യം നോക്കുകയാണെങ്കിൽ സെൽഫ് എസ്റ്റീം ആൻഡ് സെൽഫ് കൺസെപ്റ്റ് ആ ഒരു കാര്യമാണ് അടുത്ത പേഴ്സണാലിറ്റിയിൽ വരുന്നത്. അതായത് ആത്മാഭിമാനവും ആത്മസങ്കല്പങ്ങളൊക്കെ ഉള്ളത് അല്ലെ. ചില വ്യക്തികൾക്കൊക്കെ എന്തൊക്കെ വന്നാലും ആത്മാഭിമാനം കൈവിടാതെ തന്നെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള കുറെ അല്ലെ നിശ്ചിതദാർഢ്യത്തോട് കൂടിയിട്ട് ഉള്ള പേഴ്സണാലിറ്റി വ്യക്തിത്വങ്ങൾ ഉണ്ടാവും. ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോൾ നോക്കാം. സെൽഫ് എസ്റ്റീം ഡിനോട്ട്സ് ദ extent to which individual consistently regard themselves as the capable, successful, important and worthy individuals. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ചില വ്യക്തികളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവര് എന്താണ് ചില മാനദണ്ഡങ്ങളൊക്കെ, അതായത് ചില കാര്യങ്ങളൊക്കെ അത് വിജയത്തിൽ എത്തിക്കണം, അല്ലെങ്കിൽ അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്, അല്ലെങ്കിൽ സത്യസന്ധമായിട്ട് തന്നെ കൈകാര്യം ചെയ്യണം എന്നൊക്കെയുള്ള കുറെ മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന വ്യക്തിത്വങ്ങളായിരിക്കാം. Self-esteem denotes the extent to which individual constantly regard themselves അല്ലെ മറ്റുള്ളവരൊക്കെ അംഗീകരിക്കാം അല്ലെങ്കിൽ അത് വിജയത്തിൽ എത്തിക്കണം. ഇമ്പോർട്ടന്റ് ഫോർ വർത്തി ഇൻഡിവിജ്വൽ അല്ലെ, സത്യസന്ധമായിട്ടൊക്കെ നിലകൊള്ളണം എന്നൊക്കെ ഉള്ള പേഴ്സണാലിറ്റി ഉള്ളവരായിരിക്കാം. സെൽഫ് എസ്റ്റീം ഈസ് ഇമ്പോർട്ടന്റ് ടു സെൽഫ് കൺസെപ്റ്റ്. അതായത് ആത്മാഭിമാനം ഈ ആത്മ സാക്ഷാത്കാരത്തിന് അല്ലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. That is that way individual define in themselves as to who they are and derive their senses of identity. കാരണം അവരെ ഇങ്ങനെ ഉത്തേജിപ്പിച്ചുകൊണ്ടിരിക്കും അല്ലെ. ചില കാര്യങ്ങൾ മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്നവരാണെങ്കിൽ ചില പ്രവർത്തികളൊക്കെ ചെയ്യുമ്പോൾ അത് അവരെ ആത്മാഭിമാനത്തെ ചൂഷണം ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് വരുമ്പോൾ അത് അതിൽ പിടിച്ചു നിൽക്കാൻ അല്ലെ, അവരുടെ ഉദ്ദേശത്തിൽ അത് ആത്മാഭിമാനത്തോടു കൂടി സാക്ഷാത്കരിക്കണം എന്നുള്ള കൃത്യമായിട്ടുള്ള ബോധ്യം ഉണ്ടാകും. High self-esteem provides a high sense of self-concept. High self-concept in turn reinforces high self-esteem. Okay, അതായത് ഇത് രണ്ടും പൊരുത്തപ്പെട്ട് പോകുന്ന കാര്യമാണ് അല്ലെ. ചില ആത്മാഭിമാനമുള്ള കാര്യങ്ങൾ ഉള്ളവരെ തീർച്ചയായിട്ടും അതിനെ കീപ്പ് ചെയ്ത് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കും എന്നുള്ളതാണ്. Thus the two are mutually strengthening. Individual high in self-esteem will try to take on more challenging assignments and be successful. ഓക്കെ, ഇപ്പൊ എന്ത് വെല്ലുവിളി നിറഞ്ഞ കാര്യങ്ങളും ഒരു അസൈൻമെന്റ്സ് ഇച്ചിരി കൂടി ബുദ്ധിമുട്ടേറിയ കാര്യമൊക്കെ ആണെങ്കിൽ അത് എന്നെ ഏൽപ്പിച്ചതാണല്ലോ, ഞാൻ ചെയ്തു തീർക്കേണ്ടതാണല്ലോ, ഇത് എന്റെ ഉത്തരവാദിത്തമാണ്, അല്ലെങ്കിൽ ഇത് ചെയ്തില്ലെങ്കിൽ എന്റെ ആത്മാഭിമാനത്തിന് കളങ്കം സംഭവിക്കും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവരെ ഉൾക്കൊള്ളും അല്ലെ. അവരുടെ കൺസെപ്റ്റിലെല്ലാം തന്നെ ഇതെല്ലാം അധിഷ്ഠിതമായിരിക്കും. അപ്പൊ റിസ്ക് പിടിച്ച കാര്യങ്ങളൊക്കെ എന്താണ് അവരെങ്ങനെയെങ്കിലും അത് ചെയ്തു തീർത്ത് അല്ലെ നമ്മുടെ ആത്മാഭിമാനത്തെ അവരെ കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കും എന്നുള്ളതാണ്. ചിലര് ഇച്ചിരി ബുദ്ധിമുട്ടേറിയ കാര്യങ്ങൾ എന്നെക്കൊണ്ട് പറ്റില്ല എന്നും പറയുമ്പോൾ തട്ടിക്കളയും അല്ലെ. അവര് അതിനു വേണ്ടിയിട്ട് ശ്രമിക്കില്ല എന്നുള്ളൊരു മനോഭാവമാണ്. ക്ലിയർ ആവുന്നുണ്ടോ? ചിലര് ട്രൈ ചെയ്യും, ബുദ്ധിമുട്ടേറിയ കാര്യങ്ങളാണെങ്കിലും എങ്ങനെയെങ്കിലും ഫിനിഷ് ചെയ്യണമെന്നും ചിലരങ്ങനെ ട്രൈ ചെയ്യില്ല. അങ്ങനെയുള്ള മനോഭാവമുള്ള പേഴ്സൺസ് ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? ഏതൊരു ഓർഗനൈസേഷനിലാണെങ്കിലും വർക്ക് ചെയ്യുന്നവരുടെ ഇടയിൽ ചിലര് റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറാവുന്നവരുണ്ടാവും, ചിലര് റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറാവാതെ അത് മാറി നിൽക്കുന്നവരുണ്ടാവും. ഉണ്ടാവോ? ഉണ്ടോ? എന്താ? ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെ നമ്മളെ കൺസിഡർ ചെയ്യണം അല്ലെ. റിസ്ക് കൊടുത്താലും ആത്മാഭിമാനത്തിന് വകവെച്ചുകൊണ്ട് തന്നെ അവര് ചില കാര്യങ്ങൾ ചെയ്ത് തീർക്കാൻ ശ്രമിക്കും എന്നുള്ള നിലപാടുകളുണ്ട്.
thus enhancing the self-concept that is they would tend to define themselves as a highly valuable and valued individuals in the organization system. Okay, ഓർഗനൈസേഷനെ സംബന്ധിച്ച് നമുക്കറിയാം റിസ്ക് എടുക്കാനായിട്ട് ഫേവറബിൾ ആയി അല്ലെ അവര് തയ്യാറാവുള്ള വ്യക്തി എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് ഗുണകരമായ കാര്യമാണ് അല്ലെ, ശരിയല്ലേ? ഏതൊരു കമ്പനി ആണെങ്കിലും ഓർഗനൈസേഷൻ ആണെങ്കിലും ഇൻ കേസ് ഹോസ്പിറ്റൽ ആണെങ്കിലും റിസ്കുകൾ വന്നാൽ തന്നെ അതിൽ അല്ലെ അത് എങ്ങനെയെങ്കിലും പരിഹരിക്കണം എന്നൊക്കെയുള്ള ഒരു മനോഭാവമുള്ള വ്യക്തികൾ വളരെ പ്രധാനപ്പെട്ട അല്ലെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന വ്യക്തികൾ തന്നെയാണ്. The higher the self-concept and self-esteem, the greater will be their contribution to the goals of the organization, especially when the system rewards them for their contribution. Okay, in case നമുക്ക് അറിയാം ചില ഓർഗനൈസേഷനിലൊക്കെ എന്താണ് അവർക്ക് നന്നായിട്ട് ഇങ്ങനെ അവരുടെ സംഭാവനകൾ വിലമതിക്കുന്നതാണ് എന്നൊക്കെ അപ്രീസിയേറ്റ് ചെയ്ത് റിവാർഡ്സും കാര്യങ്ങളൊക്കെ കൊടുക്കാനായിട്ടൊക്കെ ചിലപ്പോൾ തയ്യാറാവും അല്ലെ. നമുക്കറിയാം ഇന്ന പ്രൊജക്ട് ആളുടെ നേതൃത്വത്തിലാണ് കൈകാര്യം ചെയ്തത്, അവരാണ് കൂടുതൽ എഫേർട്ട് എടുത്തത്, റിസ്ക് ഉണ്ടായെങ്കിലും അവരിത് ഹാൻഡിൽ ചെയ്തു അല്ലെ. അങ്ങനെയുള്ള രീതിയിലൊക്കെ അവർ അപ്രീസിയേറ്റ് ചെയ്ത് റിവാർഡുകളൊക്കെ കൊടുക്കും. സോ മോസ്റ്റ് ഓഫ് ദം ഇങ്ങനെ സെൽഫ് എസ്റ്റീം ആയിട്ടുള്ള പേഴ്സൺസ് ആയിരിക്കും ഗോൾ ഓർഗനൈസേഷന്റെ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടേറിയ ലക്ഷ്യങ്ങളൊക്കെ സാക്ഷാത്കരിക്കാനായിട്ട് കൂടുതൽ സംഭാവന ചെയ്യുന്നത് ഇങ്ങനെ സെൽഫ് എസ്റ്റീം അല്ലെ ഉള്ള വ്യക്തികളായിരിക്കും. അതായത് അവർ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തം ബുദ്ധിമുട്ടേറിയതാണെങ്കിലും എന്നെ ഏൽപ്പിച്ചതാണല്ലോ, അത് മാനേജറെ എന്നെയാണല്ലോ ഏൽപ്പിച്ചത്, ഞാൻ അത് എങ്ങനെയെങ്കിലും പ്രൂവ് ചെയ്ത് കൊടുക്കും എന്നൊക്കെയുള്ള ഒരു മനോഭാവമുള്ള വ്യക്തികൾ അവര് തീർച്ചയായിട്ടും ഓർഗനൈസേഷന്റെ ഗോൾസ് അല്ലെ അവരുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനായിട്ട് പരമാവധി സംഭാവനകൾ ചെയ്യുമെന്നുള്ളതാണ്. നമുക്കറിയാം ഇങ്ങനെ പരമാവധി സംഭാവനകളൊക്കെ ചെയ്യുന്നവർക്കൊക്കെ റിവാർഡ്സ് ഒക്കെ നൽകി അനുമോദിക്കാറുണ്ട്. തീർച്ചയായിട്ടും ഇങ്ങനെ റിവാർഡ്സ് ഒക്കെ കൊടുക്കുമ്പോഴെന്താ പ്രത്യേകത, എംപ്ലോയീസ് കുറച്ചും കൂടി അല്ലെ എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ തയ്യാറാവും, കുറച്ചും കൂടി ആത്മാഭിമാനം അവർക്ക് ഉയർത്തി കാണാനായിട്ട് സാധിക്കും. ദെൻ അവര് കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യാനൊക്കെ ആയിട്ട് ശ്രമിക്കും. ഓക്കെയാണോ? ഓക്കെ, ഒന്നുകൂടി നമുക്ക് അതായത് ഫസ്റ്റ് ടേമിനോടൊപ്പം തന്നെ ചേർന്ന് നമുക്ക് സെക്കൻഡ് അല്ലെ സെക്കൻഡ് പാരഗ്രാഫ് വരുമ്പോഴാണ് ഞങ്ങൾ ഒരു ക്ലിയർ പിക്ചർ കിട്ടുന്നത്. അതുകൊണ്ടാണ് ഞാൻ അവിടെ വെച്ചിട്ട് ഓക്കെ ആണെന്ന് ചോദിക്കാനും അതിന്റെ ആ ഒരു പിക്ചർ താഴേക്ക് പറയുമ്പോഴാണ് കുറച്ചും കൂടി ക്ലിയർ ആവുന്നത്. സെൽഫ് എസ്റ്റീം ഡിനോട്ട്സ് ദ extent to which individual consistently regard themselves as capable, successful, important and worthy individuals. അതായത് ചില വ്യക്തികൾ അല്ലെ അവിടെ അത് എടുത്ത് പറയുന്നുണ്ട് സ്ട്രെസ് നിറഞ്ഞ അല്ലെ സെൽഫ് എക്സ്ട്രീം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം അവര് ഏബിൾ ആയിട്ടുള്ള പേഴ്സൺസ് അല്ലെങ്കിൽ വിജയം നേടിയെടുക്കണം, സത്യസന്ധമായിട്ട് തന്നെ കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെയുള്ള കുറെ അല്ലെ എന്താ പറയുന്ന ആ ഒരു ഓഫീസിൽ സിൻസിയർ ആയിട്ട് വർക്ക് ചെയ്യണം. അതുകൊണ്ട് തന്നെ സിൻസിയർ ആയിട്ട് വർക്ക് ചെയ്യുമ്പോഴെന്താണ് മാനേജേഴ്സ് ഒക്കെ കുറെ കാര്യങ്ങളൊക്കെ അങ്ങനെയുള്ള വർക്കേഴ്സിനാണ് ഏൽപ്പിക്കുക അല്ലെ. ഒരു ആത്മാഭിമാനം കീപ്പ് ചെയ്യാൻ ശ്രമിക്കും. എന്നെക്കൊണ്ട് പറ്റില്ല എന്നുള്ള ഒരു രീതിയിൽ മാറി നിൽക്കാനായിട്ട് അവര് ശ്രമിക്കില്ല. അതാണ് പറയുന്നത് ബിനോട്ട് വിച്ച് ഇൻഡിവിജ്വൽ കോൺസ്റ്റന്റ്ലി റിഗാർഡ് ദെംസെൽഫ് ആസ് കേപ്പബിൾ, എനിക്ക് കഴിവുണ്ട് സക്സസ്ഫുൾ ആക്കാനായിട്ട് വിജയിക്കാനായിട്ട് അല്ലെങ്കിൽ സത്യസന്ധമായിട്ട് നിലകൊള്ളാൻ ആഗ്രഹിക്കുന്നവരായിരിക്കാം. സെൽഫ് എസ്റ്റീം ഈസ് ഇമ്പോർട്ടന്റ് ടു സെൽഫ് കൺസെപ്റ്റ്. അങ്ങനെ സെൽഫ് എസ്റ്റീം ഉള്ളവര് അല്ലെ ആത്മാഭിമാനമുള്ളവരെന്താണ് അവിടെ അതിനോടൊപ്പം തന്നെ ആത്മസങ്കല്പങ്ങൾ, അതായത് അവരെങ്ങനെയെങ്കിലും നേടിയെടുക്കാനായിട്ടുള്ള സങ്കല്പം തന്നെ അവരുടെ മൈൻഡിൽ ഉണ്ടായിരിക്കും. That is the way individuals define themselves as to whom they are and derive their sense of identity. Okay, നമുക്കറിയാം അങ്ങനെ വരുമ്പോൾ derive their sense of identity അല്ലെ ഓരോന്നിനും തിരിച്ചറിയാൻ സാധിക്കും. പ്രത്യേകമായിട്ട് തന്നെ അവർ ശ്രമിക്കും. ഓക്കെ, ഇത് ചെയ്തില്ലെങ്കിൽ അതെല്ലാം ആത്മാഭിമാനത്തിന് കളങ്കം വരുത്തോ എന്നൊക്കെ ഉള്ള ഒരു രീതിയിലായിരിക്കും അവരുടെ അല്ലെ അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തോടുള്ള അവരുടെ മനോഭാവം. ഹൈ സെൽഫ് എസ്റ്റീം പ്രൊവൈഡ്സ് എ ഹൈ സെൻസ് ഓഫ് സെൽഫ് കൺസെപ്റ്റ്. ഹൈ സെൽഫ് കൺസെപ്റ്റ് ഇൻ ടേൺ റീൻഫോഴ്സ് ഹൈ സെൽഫ് എസ്റ്റീം. അതായത് അവരുടെ ഈ ആത്മാഭിമാനം അവരെ ഉത്തേജിപ്പിക്കും അല്ലെ. റീൻഫോഴ്സ് എന്ന് പറയുമ്പോൾ അവരെ ഉത്തേജിപ്പിക്കും. എന്തിനു വേണ്ടിയിട്ട്? ആത്മാഭിമാനത്തിന് വേണ്ടിയിട്ട് എന്തും ചെയ്യാനായിട്ടുള്ള അല്ലെ ഒരുപാട് സമയം എടുത്ത് ചിലപ്പോൾ രാത്രി ഉറപ്പൊഴിച്ചൊക്കെ ആയിരിക്കും ഇതിനെങ്ങനെയാണ് ഒരു സൊല്യൂഷൻ കണ്ടെത്തുന്നത്, എങ്ങനെയാണ് ഈ പ്രൊജക്ട് ഫിനിഷ് ചെയ്യുക അല്ലെ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മീൻസ് നമ്മളെ അല്ലെ നമ്മള് കേസ് നമ്മുടെ എല്ലാവരുടെയും മുമ്പിൽ വിളിച്ച് എന്നെ ഏൽപ്പിച്ചൊരു ഡ്യൂട്ടിയാണല്ലോ, അതെങ്ങനെ ചെയ്തു കൊടുക്കണം എന്നൊക്കെ ഉള്ള ഒരു മനോഭാവമായിരിക്കും അവരുടെ മൈൻഡിൽ ഉണ്ടാവുക. Two are mutually strengthening. ഓക്കെ, ഈ ആത്മാഭിമാനവും അതോടൊപ്പം തന്നെ ഈ ഉദ്ദേശവും എല്ലാം തന്നെ അവരെ എന്താണ് കൂടുതൽ ശക്തിപ്പെടുത്തും അല്ലെ. ഇൻഡിവിജ്വൽ ഹൈ
in self-esteem will try to take on more challenging assignments and be successful. അല്ലെ, ഒരുപാട് വെല്ലുവിളി നിറഞ്ഞ അസൈൻമെന്റ്സ് ആണെങ്കിൽ കൂടി അത് വിജയത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അവരെ കൊണ്ട് കൂടുതൽ ട്രൈ ചെയ്യിപ്പിക്കും. അല്ലെ, അത് കാരണം അവരുടെ മൈൻഡിലുള്ള അല്ലെങ്കിൽ അവരുടെ ആത്മാഭിമാനമാണ് അവരെ കൊണ്ട് അത് ചെയ്യിപ്പിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ ഇവിടെ വീണ്ടും നമ്മള് എന്താ പറയാ താഴേക്ക് പോയിരുന്നു. എന്താണ് ഓർഗനൈസേഷനെ സംബന്ധിച്ച് നമുക്കറിയാം, ഈ ഹൈ റിസ്ക് എടുക്കുന്നത് അല്ലെങ്കിൽ ഈ ആത്മാഭിമാനം സാക്ഷാത്കരിക്കാനായിട്ട് പരമാവധി ശ്രമിക്കുന്നവരെ ഓർഗനൈസേഷനെ സംബന്ധിച്ച് ഭയങ്കര കാര്യമാണ്. കാരണം എന്താണ്, അവരെ സംബന്ധിച്ച് ഇൻ കേസ് വെല്ലുവിളികൾ നിറഞ്ഞ എന്ത് ജോലിയാണെങ്കിലും അവരെ ഏൽപ്പിച്ചു കൊടുക്കാനായിട്ട് അവര് തയ്യാറാവും. അത് മാത്രമല്ല, നമുക്കറിയാം ചിലപ്പോഴൊക്കെ അല്ലെ കൂടുതലായിട്ട് അവരുടെ സംഭാവനകളായിരിക്കും. അവര് കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്ത് അവർ ഉറപ്പൊഴിച്ച് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടായിരിക്കും ഈ ടാർഗറ്റൊക്കെ അറ്റൻഡ് ചെയ്യാനായിട്ട് അവർ ശ്രമിക്കുന്നത്. അങ്ങനെയുള്ളവർക്കൊക്കെ റിവാർഡ് സിസ്റ്റം ഒക്കെ ഉപയോഗിച്ചിട്ട് അവരെ അപ്രിസിയേറ്റ് ചെയ്ത് കമ്പനിയെ നിലനിർത്താനും അല്ലെങ്കിൽ കൂടുതൽ കുട്ടികളെ ഏൽപ്പിക്കാനായിട്ട് എന്താണ് മാനേജേഴ്സ് ഒക്കെ ശ്രമിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഓക്കെ, അപ്പൊ ആ ഒരു വ്യക്തിത്വം കൂടി മനസ്സിലാക്കി. സെൽഫ് എസ്റ്റീം ആണ് സെൽഫ് കൺസെപ്റ്റ്. ഓരോ പേഴ്സണാലിറ്റി നേച്ചർ ഉള്ളവരെ തിരിച്ചറിഞ്ഞിട്ട് ഓരോ കാര്യങ്ങൾ ഏൽപ്പിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഇതിലെ ലക്ഷ്യമിടുന്നത്. നമ്മൾ ഇന്ന് 2 പോയിന്റ്സ് ആണ് കണ്ടത്. ടോളറൻസ് ഫോർ ആംബിഗ്വിറ്റി, സെൽഫ് എസ്റ്റീം ആൻഡ് സെൽഫ് കൺസെപ്റ്റ്. ജസ്റ്റ് വായിച്ച് നിങ്ങൾ ചെറിയ രീതിയിലെങ്കിലും ഐഡിയാസ് അവിടെ എന്താണ് നോട്ട് ചെയ്ത് പോവാം. ആണോ? കണ്ടിന്യൂ ചെയ്തോട്ടെ. നെക്സ്റ്റ് പോയിന്റിലേക്ക് പോവാം. ക്ലിയർ അല്ലേ? നമുക്ക് നെക്സ്റ്റ് നോക്കാം. അഥോറിറ്റേറിയനിസം ആൻഡ് ഡോഗ്മാറ്റിസം. ഓക്കെ, അഥോറിറ്റേറിയനിസം ആൻഡ് ഡോഗ്മാറ്റിസം എന്താണെന്ന് നോക്കാം. അതായത് നമുക്കറിയാം ഒരു സ്വേച്ഛാധിപത്യം അല്ലെ, ആ ഒരു രീതിയിലൊക്കെ അല്ലെങ്കിൽ തുറന്ന മനോഭാവം എന്നൊക്കെയുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. നോക്കാം. Authoritarianism is the extent to which an individual believes that power and status differences are appropriate within hierarchical social systems like organizations. Okay, അധികാരം അല്ലെ ഒരു സ്വേച്ഛാധിപത്യ മനോഭാവം എന്നൊക്കെ പറയുന്നതൊക്കെ ഏതൊരു ഓർഗനൈസേഷനിലും ഉണ്ടാവാം. ചിലര് ഈ പറഞ്ഞ അധികാര കാര്യങ്ങളിലൊക്കെ ഭയങ്കര പ്രൗഡ് എന്നൊക്കെ പറഞ്ഞാൽ അതായത് സ്വേച്ഛാധിപത്യ രീതിയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക അല്ലെങ്കിൽ അവരുടെ കീഴ് ഉദ്യോഗസ്ഥരെ അവരുടെ അടിമകളായിട്ട് കൊണ്ടുപോകുന്ന ഒരു നിലപാടൊക്കെ എടുക്കുന്നവരുണ്ടാവാം. നോക്കുക, അവിടെ ഡിഫറൻസ് ആർ അപ്രോപ്രിയേറ്റ് വിതിൻ ഹൈറാർക്കിയൽ സോഷ്യൽ സിസ്റ്റംസ് ലൈക്ക് ഓർഗനൈസേഷൻ. അതായത് നമുക്കറിയാം ടോപ്പ് ലെവലിലുള്ള മാനേജേഴ്സ് അവരുടെ കീഴിലായിരിക്കും അവരുടെ രീതിയിലുള്ള സെമി അല്ലെ. നെക്സ്റ്റ് നമുക്കറിയാം അതിനുശേഷമായിരിക്കും അതിനേക്കാൾ താഴെയുള്ള ജീവനക്കാരുണ്ടാവും. അതെ, ഏറ്റവും താഴെയൊക്കെ നമുക്കറിയാം സബോർഡിനേറ്റ് ഒക്കെ ഉണ്ടാവും അല്ലെ. ഓരോ ലെവൽ ഓഫ് ഉദ്യോഗസ്ഥരുടെയൊക്കെ മുകളിൽ ചിലപ്പോൾ സൂപ്പർവൈസേഴ്സ്, അവരുടെ ഡയറക്ടേഴ്സ്, അവരുടെ അല്ലെ അങ്ങനെ
ഉള്ള മേലാധികാരികളുടെ ഒരു ശ്രേണി തന്നെ ഉണ്ടാവും. അപ്പൊ ഓരോ ശ്രേണികൾക്കും നമുക്കറിയാം തൊട്ട് മുമ്പുള്ള മേലാധികാരികളെയൊക്കെ അനുസരിക്കേണ്ട ഒരു കീഴ്വഴക്കമൊക്കെ തീർച്ചയായിട്ടും കീഴുദ്യോഗസ്ഥരെ പാലിക്കേണ്ടതായിട്ട് വരാം അല്ലെ. അതിനല്ലേ ഹൈറാർക്കി സിസ്റ്റം എന്ന് പറയുന്നത്. ഒരു ശ്രേണി ഉണ്ടാവില്ലേ, നമ്മളൊക്കെ നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷനിലൊക്കെ പഠിച്ചതാണ് അല്ലെ, ഒരു ശ്രേണിയുണ്ട് അല്ലെ. അപ്പൊ അതായത് ഏറ്റവും ടോപ്പ് ലെവലിൽ ആരാണ് നമുക്കറിയാം, നഴ്സുമാരാണെങ്കിൽ തന്നെ അല്ലെ, അവിടെ ഫീൽഡ് നഴ്സുമാരുണ്ട്, എന്താണ് പിന്നെ സ്റ്റാഫ് നഴ്സുമാരുണ്ട്, നഴ്സിംഗ് അസിസ്റ്റന്റ് അല്ലെ, അവിടെ എന്താണ് ഹോസ്പിറ്റലിലാകുമ്പോൾ നമുക്ക് വാർഡൊക്കെ കേന്ദ്രീകരിച്ചിട്ടുള്ള നഴ്സുമാരുണ്ട്, പിന്നെ സൂപ്പർവൈസേഴ്സ് ഉണ്ട്, അവരുടെ മുകളിലുള്ള ഡയറക്ടേഴ്സ് അല്ലെ, അങ്ങനെ സൂപ്രണ്ടന്റ്, അങ്ങനെയൊക്കെയുള്ള ഹൈറാർക്കി സിസ്റ്റം ഉണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ആ ഹൈറാർക്കി സിസ്റ്റം ഫോളോ ചെയ്ത് പോകുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, ആരെയാണോ റെസ്പോൺസിബിൾ ആയിട്ട് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത് അവരെ അനുസരിച്ച് തന്നെ മുന്നോട്ട് പോകാനായിട്ടും റിപ്പോർട്ട്സ് ഒക്കെ കൃത്യമായിട്ട് തന്നെ നല്ല രീതിയിലൊക്കെ സബ്മിറ്റ് ചെയ്ത് പോകാനൊക്കെ ആയിട്ടാണ്. ഓക്കെ, ചിലയിടത്തെല്ലാം നമുക്കറിയാം ഈ അധികാരങ്ങളൊക്കെ വളരെയധികം അല്ലെ, വളരെയധികം ശക്തിയോടുകൂടി കീപ്പ് ചെയ്യുന്നവരുണ്ടാവാം. ഫോർ എക്സാമ്പിൾ, an employee who is highly authoritarian may unquestioningly accept directives or orders from his supervisor, superior with the other sovereignty. അതായത് ചിലരെ നമുക്കറിയാം എന്താണോ ഏൽപ്പിച്ചു കൊടുക്കുന്നത് അത് പറഞ്ഞ് ആജ്ഞാപിച്ച് അല്ലെ ഓർഡർ കൊടുക്കുന്നത് അതനുസരിച്ചിട്ട് തന്നെ കീഴുദ്യോഗസ്ഥരെ ആക്സെപ്റ്റ് ചെയ്ത് അത് പാലിച്ചു പോകാനായിട്ട് ശ്രമിക്കും. Then a person who is not highly authoritarian may agree to carry out appropriate and reasonable directives from his boss, but it is also likely to raise questions as discard and even refuse to carry out the request if they are for some reasons objectionable. അതായത് ചിലപ്പോൾ ചില കീഴുദ്യോഗസ്ഥർ എന്താണ് അവര് ഡയറക്ഷനൊക്കെ ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചെയ്യാനൊക്കെ സാധ്യതകളുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അല്ലെ അവിടെ അനുസരിക്കാതെ അല്ലെ ഇൻ കേസ് പറയുന്ന ആജ്ഞകളൊക്കെ അനുസരിക്കാതെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒബ്ജക്ഷൻ ഒക്കെ കൊടുത്തിട്ട് അത് റിഫ്യൂസ് ചെയ്ത് പോകാനൊക്കെയുള്ള സാധ്യതകളുണ്ട്. അപ്പൊ മനസ്സിലാക്കുക, ഏത് തരത്തിലുള്ള ഉദ്യോഗസ്ഥരാവാം അല്ലെ ഇങ്ങനെയുള്ള നിയമനങ്ങളൊക്കെ നടത്തുമ്പോൾ നന്നായിട്ട് അല്ലെ പങ്ക്ച്വാലിറ്റി കീപ്പ് ചെയ്തുകൊണ്ട് അതല്ലെങ്കിൽ അവരെ അനുസരണ അല്ലെ അവിടെ ഡിസിപ്ലിൻ അച്ചടക്കത്തോട് കൂടിയിട്ട് പോകേണ്ടതുണ്ട്. സോ ഈ ഓർഡേഴ്സ് എല്ലാം കൃത്യമായിട്ട് തന്നെ പാലിച്ചു പോകാനായിട്ട് ഇൻ കേസ് അവരുടെ ആജ്ഞകളെല്ലാം അനുസരിക്കാൻ പറ്റുന്നവരും ഉണ്ടാവാം, ചിലരുടെയൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് സാധ്യതകളുള്ള പേഴ്സണാലിറ്റികൾ ഉണ്ടാവും എന്നുള്ളത് തിരിച്ചറിയേണ്ടതാണ്. അപ്പൊ അതാണ് അതോറിറ്റേറിയനിസത്തില് പ്രധാനമായിട്ടും എടുത്തു പറയുന്നത്. ഡോഗ്മാറ്റിസത്തിൽ എടുത്തു പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇസ് ദ സ്ട്രിക്ട്നെസ് ഓഫ് എ പേഴ്സൺസ് ബിലീഫ്സ് ആൻഡ് ഹിസ് ഓർ ഹെർ ഓപ്പൺസ് ടു ഓർഡർ വ്യൂ പോയിന്റ്സ്. അതായത് ഒരു തുറന്ന മനസ്സിന്റെ സമീപനമാണ് ഇവിടെ ഡോഗ്മാറ്റിസത്തിൽ വരുന്നത്. ദ പോപ്പുലർ ടേംസ് ക്ലോസ് മൈൻഡ് ആൻഡ് ഓപ്പൺ minded define people who are more and less dogmatic in their beliefs. ഓക്കെ, ഇവിടെ ചിലതൊക്കെ എന്താണ് തുറന്ന മനസ്സോട് കൂടിയിട്ടും അല്ലെങ്കിൽ ചിലര് എന്താണ് അതല്ലാത്ത രീതിയിലുള്ള മനോഭാവം പുലർത്തുന്ന വിശ്വാസങ്ങൾക്കൊക്കെ തുറന്ന അല്ലെങ്കിൽ ഏത് കാര്യമാണെങ്കിലും അതിനോട് തുറന്ന സമീപനം ഒക്കെ കാഴ്ചവെക്കുന്നവരും അല്ലാത്തവരും ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, എ മാനേജർ മേ ബി unwilling to listen to new ideas for doing something for more efficiently. ചില കാര്യങ്ങളൊക്കെ മാനേജർ പറയാണ് പുതിയ ഐഡിയ അല്ലെ ഒരു രീതിയിലൊക്കെ പോകണം എന്നൊക്കെ എഫിഷ്യന്റ് ആയിട്ട് ചെയ്യണം എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ പറയുമ്പോൾ he is said to be a person who is close minded or highly dogmatic. ക്ലോസ് മൈൻഡഡ് ഉള്ള കാര്യങ്ങളാണ് ആൾക്കാരാണെങ്കിൽ അത് highly dogmatic ആണ്. A manager in the same circumstances who is a very respective to hearing about and trying out the new ideas might be seen as more open-minded or less dogmatic. അങ്ങനെ അതായത് തുറന്ന മനസ്സുള്ളവരൊക്കെ ആണെങ്കിൽ അവിടെ ലെസ് ഡോഗ്മാറ്റിക് ആയിട്ടുള്ള പേഴ്സൺസ് ആണെന്ന് മനസ്സിലാക്കാം. അതായത് ഇൻ കേസ് അവർ പറയുന്ന ഒരു ഐഡിയാസ് അത് നന്നായി തന്നെ ക്ലിയർ ആയിട്ട് കേൾക്കാനും അതിനോട് തുറന്ന മനസ്സിന്റെ ഒരു സമീപനം കാഴ്ചവെക്കാനും തയ്യാറായിട്ടുള്ള വ്യക്തികളാണ് എങ്കിൽ അവിടെ നമുക്കറിയാം മോർ ഓപ്പൺ മൈൻഡുള്ള വ്യക്തിത്വമാണ്, അവിടെ ലെസ് ഡോഗ്മാറ്റിക് ആണ് അവിടെ പ്രതികരിക്കുന്നത്. Dogmatism can be either adventurous or harmful to an organization. ചിലപ്പോൾ നമുക്കറിയാം ഈ തുറന്ന സമീപനം അവിടെ അഡ്വഞ്ചറസ് ആവാനായിട്ടുള്ള സാധ്യതകളുണ്ട്, ചിലപ്പോൾ ഓർഗനൈസേഷൻ ദോഷകരമായി ബാധിക്കാനും സാധ്യതയുണ്ട്.
or give the degree of a change of a chance in the nature of organizations and their environment. Individuals who are not dogmatic are most likely to be skillful and productive organization members. തീർച്ചയായിട്ടും നമുക്കറിയാം അവിടെ അല്ലെ മോസ്റ്റ് ലൈക്ലി ആയിട്ടുള്ളവര് നോട്ട് ഡോഗ്മാറ്റിക് ആയിട്ടുള്ള വ്യക്തിത്വമാണ് അല്ലെ, പറഞ്ഞ കാര്യങ്ങളൊക്കെ തുറന്ന മനസ്സോടുകൂടി കേൾക്കാനായിട്ടുള്ള മനോഭാവം വെച്ച് പുലർത്തുന്നവര് പീപ്പിൾസ് ആയിരിക്കും കൂടുതൽ നല്ലവര്. അതായത് അങ്ങനെയുള്ള എംപ്ലോയീസിനെ സംബന്ധിച്ച് കൂടുതൽ ഉത്പാദനക്ഷമതയുള്ളവരായി മാറാനായിട്ട് സാധ്യതയുണ്ട്. കാരണം നമുക്കറിയാം മാനേജേഴ്സ് പറയുന്ന ഐഡിയാസിനെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ അവിടെ അത് അക്സെപ്റ്റ് ചെയ്ത് അല്ലെ അതിനോട് ചേർന്ന വിധത്തിൽ പ്രവർത്തിക്കാനായിട്ട് അവര് തയ്യാറാവുന്നു. സോ അതെന്താണ് ഓർഗനൈസേഷൻ സംബന്ധിച്ച് പ്രൊഡക്ടിവിറ്റി ഉത്പാദനക്ഷമത വർദ്ധിപ്പിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ആജ്ഞകൾ അനുസരിച്ച് പോകേണ്ടവരുണ്ട്, ക്വസ്റ്റ്യൻ ചെയ്ത് അല്ലെ അതിനെ കറക്ഷൻ വരുത്തേണ്ടതുണ്ട്. എന്നാൽ ചില പുതിയ ഐഡിയാസ് ഒക്കെ വരുമ്പോൾ അവിടെ അതിനോട് ചേർന്ന വിധത്തിൽ പ്രവർത്തിക്കേണ്ടവരൊക്കെ ഉണ്ട്. അപ്പൊ ഇൻ കേസ് സെലക്ഷൻ പ്രൊസീജിയർ ഒക്കെ, അതായത് ഇൻ കേസ് ഒരു ജോലി തന്നെ നമുക്കറിയാം ഒരു പ്രത്യേകമായിട്ടുള്ള രീതിയിൽ അല്ലെ ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസിന് പുതിയ ഐഡിയാസ് പുതിയ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ അത് എവിടെയാണ് നമ്മൾ ആദ്യം തന്നെ സെറ്റ് ചെയ്ത് നോക്കേണ്ടതെന്നൊക്കെ ഉള്ള വരുന്ന ഒരു സന്ദർഭങ്ങളിലൊക്കെ തീർച്ചയായിട്ടും നമുക്കറിയാം ഇങ്ങനെയൊക്കെയുള്ള അല്ലെ അനുസരിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ സ്ഥലങ്ങളിലൊക്കെ ആയിരിക്കണം അത് ആദ്യമായിട്ട് തന്നെ ഇംപ്ലിമെന്റ് ചെയ്ത് നോക്കാനൊക്കെ ആയിട്ട് ശ്രമിക്കേണ്ടത്. ഓക്കെ, പേഴ്സണാലിറ്റി എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്കറിയാം മാനേജേഴ്സിന് അവിടെയുള്ള അല്ലേ എല്ലാ ഓർഗനൈസേഷനിലും മാനേജേഴ്സിനെ എംപ്ലോയീസിനെ കുറിച്ചിട്ടൊക്കെ ഉള്ള ഒരു നല്ല ധാരണയുണ്ടാവും അല്ലെ. ഇതൊക്കെ ഇങ്ങനെ ഈ എംപ്ലോയി ഇങ്ങനെയാണ്, ഈ എംപ്ലോയിക്ക് കുറച്ചും കൂടെ റിസ്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും, ഈ എംപ്ലോയിക്ക് ഇച്ചിരി കൂടി ലീഡർഷിപ്പ് കുറവുണ്ട്, അല്ലെങ്കിൽ ഈ എംപ്ലോയി അത്രയും അല്ലെ എന്താണ് ബുദ്ധിമുട്ടേറിയ കാര്യങ്ങളിലൊന്നും ഇൻവോൾവ് ചെയ്യാൻ സാധ്യതയില്ല. അങ്ങനെ വ്യത്യസ്ത നേച്ചറുള്ള എംപ്ലോയീസിനെ തിരിച്ചറിയുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, അപ്പൊ അതിൽ ഓരോ വ്യക്തിത്വങ്ങളെ അല്ലെങ്കിൽ എന്താണ് പേഴ്സണാലിറ്റി നേച്ചറിനെ കുറിച്ചിട്ടാണ് ഇവിടെ പരാമർശിച്ചു പോകുന്നത്. ഓക്കെ, ഇനി നമുക്ക് രണ്ട് പോയിന്റ്സ് കൂടിയേ ഉള്ളൂ ആ രീതിയിൽ പോകാനുള്ളത്. ഇതും ഏതാണ് റിസ്ക് പ്രൊപ്പൻസിറ്റി എന്ന് പറയുന്നതും റിസ്ക് എടുക്കാനായിട്ട് ശേഷിയുള്ള എംപ്ലോയീസ് ഏതാണെന്ന് തിരിച്ചറിയുന്നതാണ്. ഓക്കെ, അപ്പൊ ഈ പോയിന്റ്സ് ഓക്കെയാണോ? എന്താണ് അതോറിറ്റേറിയനിസം അല്ലെങ്കിൽ ഡോഗ്മാറ്റിസം എന്നുള്ളത്? ഓക്കെ, കാണിച്ചു നോക്കാം. ജസ്റ്റ് ഐഡിയാസ് എന്താണെന്നുള്ളത് ജസ്റ്റ് തന്നെ നോട്ട് ചെയ്ത് പോവുക. ചിലരൊക്കെ പിടിവാശി പിടിക്കുന്ന എംപ്ലോയീസ് ഒക്കെ ഉണ്ടാവും ഇല്ലേ, ഉണ്ടാവൂല്ലേ? ചില ഓർഗനൈസേഷനിലൊക്കെ പിടിവാശിയൊക്കെ ഉള്ള എംപ്ലോയീസ് ഉണ്ടാവാൻ സാധ്യതയില്ലേ? അവരെയും തീരുമാനങ്ങൾ എടുക്കാനായിട്ട് കൂട്ടിയില്ല, അപ്പൊ ഞങ്ങൾ അതിനോട് സഹകരിക്കില്ല എന്നൊക്കെ ഒരു മനോഭാവമുള്ളവരുണ്ടാവും അല്ലെ. എംപ്ലോയീസിനെ സംബന്ധിച്ച് വ്യത്യസ്ത നേച്ചർ എന്നുള്ളത് തിരിച്ചറിയുക എന്നുള്ളതാണ്. ചിലര് എന്താണെങ്കിലും ഓക്കെ മാനേജേഴ്സ് എടുത്ത തീരുമാനമല്ലേ അത് ഉൾക്കൊള്ളാം അല്ലെ, തുറന്ന മനസ്സോടുകൂടി അതിനെ ശ്രമിക്കാം എന്നുള്ള മനോഭാവം വെച്ച് പുലർത്തുന്നവരുണ്ടാവാം. ഓക്കെ, എൻഗേജ് അപ്പൊ ചിലര് എൻഗേജ് എന്താണ് ചില ഡിസിഷനിലൊക്കെ എടുക്കുമ്പോൾ വലിയ വലിയ കമ്പനികളൊക്കെ ആകുമ്പോൾ നമുക്കറിയാം ചില വ്യക്തികൾ മാത്രം അല്ലെ ആ എംപ്ലോയി എന്താണ് മാനേജറിനോട് ചേർന്ന വിധത്തിൽ ചിലപ്പോൾ പോകും. ചിലർ വേറിട്ട് അവര് അഡാപ്റ്റ് ചെയ്തുകൊണ്ട് വരട്ടെ, എന്നിട്ട് ഓക്കെ ആണെങ്കിൽ നമുക്കും കൂടി ഫോളോ ചെയ്യാം എന്നുള്ള മനോഭാവം വെച്ച് പുലർത്തുന്നവരുണ്ടാവും. അപ്പൊ ഏത് കൂട്ടരിലാണ് ചില കാര്യങ്ങളൊക്കെ നടപ്പാക്കി കൊണ്ടുപോകേണ്ടത് എന്നുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത് ഈ ഒരു പ്രത്യേകമായിട്ടുള്ള നമ്മള് എന്താണ് വിശ്വസിക്കുക അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് കേൾക്കാനായിട്ട് താല്പര്യമുള്ള വ്യക്തിത്വങ്ങൾ. മിക്കവാറും ഓർഗനൈസേഷനിൽ നമുക്കറിയാം കമാൻഡ് ആൻഡ് ഓർഡർ അത് ഫോളോ ചെയ്യാൻ പ്രാപ്തരാണ് കീഴുദ്യോഗസ്ഥർ അല്ലെ. ചിലയിടത്തെങ്കിലും ചില പോലെ വെല്ലുവിളികൾ നിറഞ്ഞ അല്ലെങ്കിൽ പുതിയ ഐഡിയാസ് ഒക്കെ വരുമ്പോൾ ചിലപ്പോൾ അവർക്ക് അല്ലെ പെട്ടെന്ന് തന്നെ കാര്യങ്ങളിലേക്ക് മൂവ് ചെയ്യാനായിട്ട് പറ്റാതെ വരും. അപ്പൊ ആരെയൊക്കെ ഉൾക്കൊള്ളിച്ചിട്ട് ചില കാര്യങ്ങളൊക്കെ ചെയ്തു പോകണം എന്നുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ട്. സോ അങ്ങനെ വരുമ്പോഴാണ് ഈ പേഴ്സണാലിറ്റിക്കൊക്കെ പ്രാധാന്യം വരുന്നത്. ഉള്ള എംപ്ലോയിൽ എത്രത്തോളം അല്ല പേഴ്സണാലിറ്റി നേച്ചർ ഉള്ളവരുണ്ട്, ആ ഉള്ള പേഴ്സണാലിറ്റി വെച്ചിട്ട് തന്നെ അവർക്ക് അതനുസരിച്ചിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ക്ലിയർ ആണോ? ഇന്ന് വായിച്ചു നോക്കണം. എന്തെങ്കിലും എവിടെയെങ്കിലും നിങ്ങൾക്ക് ക്ലിയർ ആവാത്തുണ്ടെങ്കിൽ ചോദിച്ചു പോവുക. കൂടി പറയേണ്ടതുണ്ടോ? ഓക്കെയാണോ?
കണ്ടിന്യൂ ചെയ്തോട്ടെ. നമുക്ക് നെക്സ്റ്റ് നോക്കാം റിസ്ക് പ്രൊപ്പൻസിറ്റി. ഇതും മറ്റൊരു പേഴ്സണാലിറ്റിയാണ്. നോക്കാം. റിസ്ക് പ്രൊപ്പൻസിറ്റി ഈസ് ദ ഡിഗ്രി ടു which an individual is willing to take a chance and make risky decisions. ഓക്കെ, ബുദ്ധിമുട്ടേറിയ തീരുമാനങ്ങളൊക്കെ ചിലപ്പോ വെല്ലുവിളി നിറഞ്ഞ തീരുമാനങ്ങളായിരിക്കാം, ഇത്തിരി കട്ടികൂടിയ തീരുമാനങ്ങളായിരിക്കാം, എങ്കിലും ചില ഇൻഡിവിജ്വൽ അത് എടുക്കാനായിട്ട് സന്നദ്ധ പ്രകടിപ്പിക്കും അല്ലെ. എ മാനേജർ വിത്ത് എ ഹൈ റിസ്ക് പ്രൊപ്പൻസിറ്റി മൈറ്റ് ബി expected to experiment with the new ideas and to lead the organization in new directions. Okay, തീർച്ചയായിട്ടും നമുക്കറിയാം പുതിയ പുതിയ ഡയറക്ഷൻസ് ഒക്കെ അല്ലെ, ഇൻ കേസ് പുതിയ പുതിയ എക്സ്പീരിയൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ന്യൂ ഐഡിയാസ് ഒക്കെ വരുമ്പോഴും തീർച്ചയായിട്ടും നമുക്കറിയാം നല്ല രീതിയിലുള്ള ഡയറക്ഷൻ അവിടെ വേണ്ടി വരും. അപ്പൊ കറക്റ്റ് ആയിട്ട് അവർക്ക് ആ ഡയറക്ഷൻ എങ്ങനെ പോകണം എന്നുള്ള വല്ല ഐഡിയാസ് ഒന്നും ഉണ്ടാവില്ല, എങ്കിലും റിസ്ക് എടുത്തുകൊണ്ട് തന്നെ അല്ലെ അവിടെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. അപകട സാധ്യത ഏറിയ കാര്യങ്ങളായിരിക്കാം, എങ്കിലും ആ അപകടത്തെ സാധ്യതയെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ തീരുമാനങ്ങൾ എടുത്ത് ഡയറക്ട് ചെയ്ത് പോകേണ്ടതുണ്ട്. In contrast, a manager with a low risk propensity may result in strengthened and overly conservative organization. തീർച്ചയായിട്ടും നമുക്കറിയാം മാനേജറിനെ സംബന്ധിച്ച് പുതിയ റിസ്ക് എടുത്തുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള പവർ ഉണ്ടെങ്കിൽ ആ ഓർഗനൈസേഷന് വിജയിക്കാൻ സാധിക്കും അല്ലെ. ചില ഓർഗനൈസേഷനിലെ മാനേജേഴ്സിന് റിസ്ക് എടുക്കാനായിട്ട് ബുദ്ധിമുട്ടേറിയ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അല്ലെ, അവിടെ തീർച്ചയായിട്ടും നമുക്കറിയാം അവിടെ യാഥാസ്ഥികരായിട്ട് അല്ലെ, അവിടെ കൺസർവേഷൻ ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും എന്താണ് ആ യാഥാസ്ഥികത കൈവരിക്കാനായിട്ട് അവർക്ക് ബുദ്ധിമുട്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മാനേജർ വിത്ത് ലോ റിസ്ക് പ്രൊപ്പൻസിറ്റി, ഹൈ റിസ്ക് പ്രൊപ്പൻസിറ്റി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും റിസ്ക് വന്നാലും അതിനെ നേരിടാനുള്ള ശേഷി അല്ലെ, അത് എങ്ങനെയെങ്കിലും ഹാൻഡിൽ ചെയ്യാം എന്നുള്ള ഒരു മനോഭാവം ഉള്ളവരുണ്ടാവും. ലോ റിസ്ക് പ്രൊപ്പൻസിറ്റി മേ റിസൾട്ട് ഇൻ സ്ട്രെങ്തൻഡ് ആൻഡ് ഓവർലി കൺസർവേഷൻ ഓർഗനൈസേഷൻ അല്ലെ. അവിടെ സ്തംഭനാവസ്ഥയിൽ ചിലപ്പോൾ പോകാനായിട്ട് ഓർഗനൈസേഷനെ സ്തംഭനാവസ്ഥയിൽ എത്തിക്കാനായിട്ട് സാധ്യതയുണ്ട്. ചിലപ്പോൾ നമുക്കറിയാം നന്നായിട്ട് ഫ്ലോ ചെയ്ത് ഓർഗനൈസേഷൻ മൂവ് ചെയ്ത് പോവുകയായിരിക്കും, പെട്ടെന്നായിരിക്കും പ്രതീക്ഷിക്കാത്ത എന്തെങ്കിലും വെല്ലുവിളി വരിക അല്ലെ. അപ്പൊ ആ വെല്ലുവിളി വരുമ്പോ അതിനെ സ്തംഭിച്ചു നിന്ന് ഇത് ചെയ്യും എന്നുള്ള ഒരു രീതിയിലേക്ക് എത്തിപ്പെട്ട നമുക്കറിയാം ഓർഗനൈസേഷന് അല്ലെ ആകെ ഡൗൺ ആയി പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. പക്ഷെ വരുന്ന ആ വെല്ലുവിളിയെ എങ്ങനെ മറികടക്കാം എന്നുള്ള രീതിയിൽ റിസ്ക് എടുത്തുകൊണ്ടും ചില കാര്യങ്ങളിലേക്കൊക്കെ ഡയറക്റ്റ് ചെയ്ത് മുന്നോട്ട് നയിക്കാനായിട്ട് കപ്പാസിറ്റി ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം ഓർഗനൈസേഷന് അത് പതിയെ പതിയെ മൂവ് ചെയ്തു പോകാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ അപകട സാധ്യതകള് അത് തരണം ചെയ്യാനായിട്ടുള്ള അല്ലെ പ്രാപ്തരായിട്ടുള്ള പേഴ്സണാലിറ്റി ബേസിൽ അത് ഉള്ളവരെ തിരിച്ചറിയേണ്ടതാണ്. ഇപ്പൊ വരുന്ന റിസ്കുകൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ അത് ഇട്ടേച്ചു പോകാൻ സാധ്യതയുള്ളവരുണ്ടാവാം, അതിനെയും എങ്ങനെയും നേരിടാനായിട്ട് ശേഷിയുള്ളവരും ഉണ്ടാവും. ഓക്കെ, ക്ലിയർ അല്ലേ? റിസ്ക് പ്രൊപ്പൻസിറ്റി അതിന്റെ മീനിങ് എന്ന് പറയുമ്പോൾ അപകട സാധ്യത കൈകാര്യം ചെയ്യാനായിട്ടുള്ള ശേഷി അല്ലെ. Okay, clear ആണോ? Willing to take a chance and make a risk decision അല്ലെ. റിസ്കുകളെ ഏറ്റെടുക്കാനായിട്ടും അതേപോലെ തന്നെ നല്ലൊരു തീരുമാനങ്ങളൊക്കെ എടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള ശേഷിയുള്ളത്. വീണ്ടും എന്താണ് നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ മെച്ചിയവേലിയനിസം. എന്താണ് മെച്ചിയവേലിയനിസം എന്ന് പറയുന്നത്? മെച്ചിയവേലിയനിസം എന്ന് കേൾക്കുന്നതൊക്കെ ഒരു അല്ലെ മാച്ച് ആക്കുക, അതാണ് ഉദ്ദേശിക്കുന്നത്. നോക്കാം. മെച്ചിയവേലിയനിസം manipulation or influencing of other people's as a primary way of achieving one's objectives. അതായത് എന്താണ് ലക്ഷ്യം നേടുന്നതിന് വേണ്ടിയിട്ട് പീപ്പിൾസിനെ എന്താണ് കൃത്രിമത്വം കാണിച്ച് അല്ലെ അവരെ കൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യിപ്പിച്ചെടുക്കുക എന്നുള്ള ഒരു രീതി അല്ലെ. നമുക്കറിയാം ചില സൂപ്പർവൈസേഴ്സ് ഒക്കെ അവരുടെ അണ്ടറിലുള്ള പേഴ്സൺസിനെ കൊണ്ട് എങ്ങനെയെങ്കിലും അല്ലെ നമുക്ക് ഇന്ത്യൻ ഓഫറുകളൊക്കെ കൊടുത്തുകൊണ്ട് എങ്ങനെയെങ്കിലൊക്കെ പണിയെടുപ്പിച്ചുകൊണ്ട് ടാർഗറ്റ് അറ്റൈൻ ചെയ്യാനൊക്കെ ശ്രമിക്കും. കാരണം അത് അവരുടെ കീഴിലുള്ള കീഴുദ്യോഗസ്ഥരെ കൊണ്ട് അങ്ങനെ അല്ലെ ഏതെങ്കിലുമൊക്കെ ഓഫർ എന്ന് വെച്ചാൽ മാച്ച് ചെയ്ത് അവർ ഇൻഫ്ലുവൻസ് കൊടുക്കുകയാണ്, അവർക്കൊരു പ്രചോദനം കൊടുക്കുകയാണ്. അല്ലെങ്കിൽ നമുക്ക് ഈ ടാർഗറ്റ് അറ്റൈൻ ചെയ്ത് നമുക്കൊരു ട്രിപ്പ് പോവാം
അങ്ങനെ ഏതെങ്കിലുമൊക്കെ ഒരു ഓഫർ അല്ലെ, ഒരു എന്താണ് കൃത്രിമം കാണിച്ചിട്ടുള്ള ഒരു കാര്യമായിരിക്കും. ചിലപ്പോൾ അവരുടെ സാലറിയൊക്കെ പിടിച്ചിട്ടായിരിക്കും അവരിൽ നിന്ന് അതിൽ നിന്നൊക്കെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ അല്ലെ ഫണ്ടൊക്കെ സ്വരൂപിച്ചിട്ടൊക്കെ ആയിരിക്കും ഇൻ കേസ് അങ്ങനെ പോകുന്നത്. പക്ഷെ അവരെ കൊണ്ട് പണിയെടുപ്പിക്കുകയും ചെയ്യും. അതേപോലെ തന്നെ അവരെ കൊണ്ട് അല്ലെ പണിയെടുപ്പിക്കാനുള്ള നല്ലൊരു പ്രേരക ഘടകമായിട്ട് വർദ്ധിക്കുകയും ചെയ്യും. അപ്പൊ അങ്ങനെ കഴിവുള്ള പേഴ്സൺസ് ഒക്കെ ആയിരിക്കും സൂപ്പർവൈസേഴ്സ് ഒക്കെ ആയിട്ട് നമുക്ക് നല്ല തരത്തിൽ കൊണ്ടുപോകാനായിട്ട് സാധിക്കും. And individual tends to be Machiavellian if he tends to be cool, logical in assessing the system around them, willing to twist and turn facts to influence others, and try to gain control of people, events, and situations by manipulating the system to his advantage. അതായത് ആൻ ഇൻഡിവിജ്വൽ അല്ലെ, അവന്റെ പ്രത്യേകമായിട്ടുള്ള കഴിവിന്റെ പശ്ചാത്തലത്തിലാണ് എന്തെങ്കിലും സന്ദർഭങ്ങളിലൊക്കെ സിറ്റുവേഷനിലൊക്കെ ഒരു ചെറിയ മാനിപ്പുലേഷൻ ഒക്കെ വരുത്തിക്കാൻ കൃത്രിമത്വം കാണിച്ച് പീപ്പിൾസിന്റെ ഒക്കെ കൺട്രോൾ നേടിയെടുത്തുകൊണ്ട് ഓർഗനൈസേഷന്റെ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ, അവർ എന്തെങ്കിലും ലക്ഷ്യമിടുന്നുണ്ടാവാം, അത് അതിലേക്ക് വളച്ചൊടിച്ച് അവരെ കൊണ്ട് പണികളൊക്കെ എടുപ്പിച്ച് അല്ലെ ഇന്ത്യയുടെ കാര്യങ്ങൾ ഇന്ത്യ രീതിയിലൊക്കെ ചിലപ്പോൾ തന്ത്രപരമായിട്ട് ചിലപ്പോൾ അവരെ എന്തെങ്കിലും ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കും, അവർക്കൊരു ഫ്ലോ ഉണ്ടാവും. പക്ഷെ ചില കാര്യങ്ങൾ പെട്ടെന്ന് നമുക്കറിയാം എന്തെങ്കിലുമൊക്കെ പ്രൊജക്ടും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കാനായിരിക്കും പെട്ടെന്ന് എന്തെങ്കിലും അർജൻസി കേസ് വരും. പക്ഷെ അവരാരും ചിലപ്പോൾ ആ അർജൻസി കേസിലേക്ക് റിട്ടേൺ ചെയ്യാനായിട്ട് അവർ തയ്യാറാവണമെന്നില്ല. സോ അവരെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ ട്വിസ്റ്റ് ചെയ്ത് വളച്ചൊടിച്ച് അല്ലെ എന്തെങ്കിലുമൊക്കെ രീതിയിൽ ട്വിസ്റ്റ് ചെയ്ത് ആ അർജൻസി കേസ് പരിഹരിച്ച് തീർച്ചയായിട്ടും ആ ഒരു പ്രോബ്ലം അടുത്ത സിറ്റുവേഷൻ ഒന്ന് കൃത്യമായിട്ട് കൈകാര്യം ചെയ്ത് എടുത്ത് കൊണ്ടുപോകണമെങ്കിൽ നമുക്കറിയാം അതിന് പവറുള്ളവരെ നമുക്ക് നിയമിച്ച് തിരഞ്ഞെടുത്ത് ആ ഒരു ഡയറക്ഷനിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ അല്ലെ. അപ്പൊ അങ്ങനെയുള്ള പേഴ്സൺസ് ആണ് മാച്ചിയവെല്ലിനിസം, കൃത്രിമത്വം കാണിച്ച് ഒബ്ജക്റ്റീവ്സ് നേടിയെടുക്കാനുള്ള ശേഷിയുള്ള പേഴ്സണാലിറ്റിയുടെ നേച്ചർ. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഓർഗനൈസേഷനിൽ വ്യത്യസ്ത പേഴ്സണാലിറ്റി ഉള്ള കഴിവുകളുള്ള വ്യക്തികളുണ്ട്. ചിലർ റിസ്ക് എടുക്കാൻ ശേഷിയുള്ളവര്, ചിലർക്ക് മറ്റുള്ളവരെയും കൂടി അല്ലെ ചില കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തൊക്കെ കൈകാര്യം ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ പലതരത്തിലുള്ള വ്യക്തിത്വങ്ങൾ ഉണ്ടാകുന്ന മനസ്സിലാക്കി പോവാം. ഓക്കെ, ഇപ്പൊ മാച്ചിയവെല്ലിനിസം ആണ്. അപ്പൊ നെക്സ്റ്റ് നമ്മൾ നോക്കിയത് റിസ്ക് പ്രൊപ്പൻസിറ്റി കഴിഞ്ഞിട്ട് മാച്ചിയവെല്ലിനിസം. ജസ്റ്റ് വായിച്ചു നോക്കുക. ഞാൻ ക്വസ്റ്റ്യൻസ് എന്തായാലും മോക്ക് ടെസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. മാച്ചിയവെല്ലിനിസം എന്നൊക്കെ പറഞ്ഞ അതിലുണ്ട് മിക്കവാറും ക്വസ്റ്റ്യൻസ് എല്ലാത്തിനും ബേസ് ചെയ്തിട്ട് തന്നെ കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. കാരണം എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക എന്നുള്ളതാണല്ലോ നിങ്ങൾക്കുള്ള പ്രശ്നം. അല്ലെ ഏത് രീതിയിലാണെങ്കിലും മിക്കവാറും ക്വസ്റ്റ്യൻസ് ഒക്കെ ചെറുതായിട്ടൊക്കെയാണ് ഉണ്ടാവുക. എല്ലാം ഇങ്ങനെ എന്താ പറയുക കണ്ടുകെട്ടിയ ക്വസ്റ്റ്യൻസ് ഒന്നും അന്ന് കാണാറില്ല. നിങ്ങൾ വിചാരിച്ച വളരെ ലക്ഷ്യമൊന്നും പിടിച്ചുകൊണ്ട് ഇത് ക്യാച്ച് ചെയ്യാൻ നോക്കണ്ട, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി പോവുക. അതായത് ഓർഗനൈസേഷനിലെ വ്യത്യസ്ത എംപ്ലോയീസ് ഉണ്ടെന്ന് മനസ്സിലാക്കുക. ആ വ്യത്യസ്ത എംപ്ലോയീസിന് വ്യത്യസ്ത ക്യാരക്ടർ ആയിരിക്കും. അപ്പൊ ആ ക്യാരക്ടർ തിരിച്ചറിച്ച് അവരുടെ പേഴ്സണാലിറ്റി നേച്ചർ അനുസരിച്ചിട്ട് അവരെ കൊണ്ട് ഓർഗനൈസേഷനെ ഗുണകരമാക്കി എടുക്കുന്നത് അല്ലെ, അത് ഏതാണെന്നുള്ളത് തിരിച്ചറിയുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അഡ്മിനിസ്ട്രേറ്റീവ് പൊസിഷനിലുള്ളവർക്കൊക്കെ നമുക്കറിയാം ചിലപ്പോൾ ജോലിയിൽ അല്ലെ ഓരോരുത്തരെയൊക്കെ ഡയറക്ഷനിലും മീറ്റിങ്ങിലും അല്ലെ കാര്യങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും ഒക്കെ ഉള്ള പവേഴ്സ് കണ്ടെത്തി ഓരോരുത്തർക്കൊക്കെ നിയമിക്കേണ്ടതൊക്കെ ഉണ്ടാവും. അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യുമ്പോൾ എങ്ങനെയുള്ള പേഴ്സണാലിറ്റി ഉള്ളവരെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കൊക്കെ ഏർപ്പെടുത്തേണ്ടത് എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഭാഗമുള്ളത്. റിസ്ക് പ്രൊപ്പൻസിറ്റി എന്താണ്, നമ്മൾ റിസ്ക് ഏറ്റെടുക്കാനുള്ളത് ആണെങ്കിൽ മാച്ചിയവെല്ലിനിസം എന്ന് പറയുന്നത് മറ്റുള്ളവരെ കൊണ്ട് അല്ലെ കുറച്ച് വളച്ചൊടിഞ്ഞ കാര്യങ്ങളാണെങ്കിൽ കൂടി മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കാനുള്ള ഒരു ശേഷി. വീണ്ടും ടൈപ്പ് എ ആൻഡ് ടൈപ്പ് ബി പേഴ്സണാലിറ്റീസ് ഉണ്ട്. അതെന്ത് പേഴ്സണാലിറ്റി ആണെന്ന് നോക്കാം. ക്ലിയർ അല്ലേ? കണ്ടിന്യൂ ചെയ്ത് പോവാം. നമുക്ക് 2 പോയിന്റ്സ് കൂടെ ഉള്ളൂ. അല്ലേ? ടൈപ്പ് എ ആൻഡ് ടൈപ്പ് ബി പേഴ്സണാലിറ്റി എന്താണെന്ന് നോക്കാം. Type A persons feel a chronic sense of time urgency, are highly achievement oriented, exhibit a competitive drive, and are impatient when their work is delayed for any reason. Okay, type A കാറ്റഗറിയിലുള്ള പേഴ്സണെ കുറിച്ചിട്ട് നോക്കാം. അതായത് അവരെങ്ങനെയാന്ന് വെച്ചാൽ ക്രോണിക് സെൻസ് ഓഫ് ടൈം അർജൻസി, സമയം ക്രമം പാലിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ആയ ഒരു സെൻസിൽ എടുക്കുന്ന വ്യക്തികളാണ്. ഓക്കെ,
അതായത് സമയത്തിന് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ള ഒരു പങ്ക്ച്വാലിറ്റി കീപ്പ് ചെയ്യുന്നവരാണ്. ഹൈലി അച്ചീവ്മെന്റ് ഓറിയന്റഡ്, exhibit a competitive drive, and they are impatient when their work is delayed for any reason. ഏതെങ്കിലും ഒരു വർക്ക് അവരുടെ ഇന്ന സമയത്തിന് ഉള്ളിൽ തീർന്നില്ലെങ്കിൽ അവരെന്താണ് ഭയങ്കര ഇംപേഷ്യന്റ് ആവും. എന്ന് വെച്ചാൽ അവർ അക്ഷമരാകും. കാരണം അവർക്ക് സമയത്തിന് കാര്യങ്ങൾ തീർക്കണമെന്നുള്ള ഒരു മനോഭാവം ഉള്ളവരാണ്. ഓക്കെ, അവര് ഹൈലി അച്ചീവ്മെന്റ് ഓറിയന്റഡ് ആണ്. അതായത് നേട്ടങ്ങൾ നേടിയെടുക്കുന്ന വ്യക്തിത്വങ്ങളാണ്. അവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കാര്യം സമയത്തിന് തീർന്നില്ലെങ്കിൽ അവർ പെട്ടെന്ന് ഇംപേഷ്യന്റ് ആവും. ടൈപ്പ് ബി പേഴ്സൺസ് അപ്പൊ എന്തായിരിക്കും? അങ്ങനെയൊന്നും ഇല്ലാത്തവരായിരിക്കും അല്ലെ. ടൈമിന് തീർക്കണം എന്നുള്ള ഒരു ഭയങ്കര വാശിയും കാര്യങ്ങളൊന്നും അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മനോഭാവം ഇല്ലാത്തവരായിരിക്കും അല്ലെ. ടൈപ്പ് ബി പേഴ്സൺസ് ആർ ഈസി ഗോയിങ് ഇൻഡിവിജ്വൽ who do not sense the time urgency and who do not experience the competitive drive. Okay, അവരെ മത്സരാധിഷ്ഠിത ഒന്നും ആയിട്ട് തീർക്കാനൊന്നും ശ്രമിക്കില്ല. അവർക്ക് എങ്ങനെയെങ്കിലും ചെയ്തെടുത്താൽ മതി എന്നുള്ള ഒരു കാര്യമാണ് അല്ലെ. ചിലരെ സംബന്ധിച്ച് നമുക്കറിയാം, ഒരേപോലെ ഡ്യൂട്ടി ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് അല്ലെ ആ സമയത്തിന് നമ്മുടെ ചെയ്ത് തീർത്തില്ലെങ്കിൽ അവരിങ്ങനെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള രീതിയിൽ ആ ടൈമിൽ തന്നെ അല്ലെ മറ്റുള്ളവര് എത്രത്തോളം ചെയ്ത് തീർത്തോ അത്രത്തോളം തന്നെ ചെയ്ത് തീർക്കാനായിട്ട് ശ്രമിക്കും. അവർ കാരണം അവർ ടൈമിന് തീർക്കണമെന്ന് വാശി പിടിക്കുന്നവർ. അതേസമയം എന്താ കോമ്പറ്റീറ്റീവ് അല്ലാത്ത പേഴ്സൺസ് ഒക്കെ ആണെങ്കിൽ അവരെന്താണ് അങ്ങനെ ടൈമിൽ ചെയ്ത് തീർക്കണമെന്ന് ആഗ്രഹമൊന്നുമില്ല. എങ്ങനെയെങ്കിലും തീർത്താൽ മതി അല്ലെ. ഇന്ന ടാർജറ്റ് ഇന്ന ടൈം കൊണ്ട് ചിലരാണെങ്കിൽ 2-3 അല്ലെ ഇത്ര സമയം തന്നിട്ടുണ്ടെങ്കിൽ അവർ ആ സമയത്തിന് ചിലപ്പോഴെങ്കിൽ ഒരു 4 മണിക്കൂർ മുമ്പോ 2 മണിക്കൂർ മുമ്പൊക്കെ തീർക്കാൻ ശ്രമിക്കും. ചിലരാണെങ്കിൽ ആ സമയത്തിന്റെ മുമ്പിൽ തീർത്താൽ മതി എന്നുള്ളൊരു മൈൻഡിൽ തന്നെ മുന്നോട്ട് പോകുന്നവരുണ്ട്. Type A individuals are significantly more prone to heart attack than type B individuals. അവിടെ അവർക്ക് വേറൊരു കാര്യം പറയാന്ന്, അവർക്ക് എന്താണ് കൂടുതൽ അല്ലെ സമയത്തിന് തീർത്തില്ലെങ്കിൽ ഭയങ്കര നെഞ്ചുവേദനകളെ ഭയങ്കര ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ്. കാരണം ടൈം കീപ്പിംഗ് അവർക്ക് പ്രധാനപ്പെട്ട കാര്യമാണ്. സമയത്തിന് ചെയ്ത് തീർത്തില്ലെങ്കിൽ അവർ ഭയങ്കര അക്ഷമരാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. Type A people help the organization to move ahead in a relatively short period of time. They may also suffer health problems which might be harmful to both themselves and the organization in the long term. ഓക്കെ, അപ്പൊ ടൈപ്പ് എ കാറ്റഗറിയിലുള്ള വ്യക്തികളുടെ കാര്യം പറഞ്ഞാൽ ശരിയാണ്. അവരുടെ ടൈം കീപ്പ് ചെയ്ത് നന്നായിട്ട് വർക്കൊക്കെ ചെയ്യുന്നത് നല്ലതാണ്, ഓർഗനൈസേഷനെ സംബന്ധിച്ച് വളരാണ്. പക്ഷെ അവർക്ക് ഹെൽത്ത് ഇഷ്യൂസ് വരാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. കാരണം എന്താണ്, ടൈമിൽ തന്നെ ചെയ്ത് തീർത്തില്ലെങ്കിൽ അവര് വളരെ അക്ഷമരാണ് അല്ലെ. അപ്പൊ അതുമായി ബന്ധപ്പെട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ അല്ലെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഇൻ കേസ് ഹെൽത്തുമായി ബന്ധപ്പെട്ട ഇഷ്യൂസുകളൊക്കെ വരാനായിട്ടുള്ള സാധ്യതയുണ്ടെന്നാണ് ഇവിടെ എടുക്കുന്നത്. അപ്പൊ ഇരു കൂട്ടരും ആവശ്യമാണ് അല്ലെ. ചിലർ ഈ പറഞ്ഞ വേണം സമയത്തിന് എങ്ങനെയെങ്കിലും വർക്ക് ചെയ്ത് തീർക്കും, പക്ഷെ പിറ്റേ ദിവസം 2 ദിവസത്തേക്ക് ലീവായിരിക്കും. കാരണം എന്താ, ഹാർഡ് വർക്ക് ചെയ്ത് അവർക്ക് ചെയ്യേണ്ടവർ അല്ലെ. എന്നാ പങ്ക്ച്വാലിറ്റി ഒക്കെ കീപ്പ് ചെയ്യുന്നവരാണ്. ചിലരെ സംബന്ധിച്ച് എന്താണ് വർക്കൊക്കെ ചെയ്ത് തീർക്കും, എന്നാ എന്താണ് അവർക്ക് പിറ്റേ ദിവസം ആണെങ്കിലും റണ്ണിങ് ആണ്. ഇൻ കേസ് എങ്ങനെയാണ് ചിലപ്പോൾ ടൈം ലാസ്റ്റ് ടൈമിലായിരിക്കും അവർ ചെയ്ത് തീർക്കുന്നത്. അത് പിന്നെ പിറ്റേ ദിവസമൊക്കെ വർക്ക് ചെയ്യും. മറ്റൊരു ചിലപ്പോഴെങ്കിൽ എന്താ പറയുക ഒരു ദിവസത്തിന് മുമ്പൊക്കെ ചെയ്ത് തീർക്കും, പക്ഷെ 2 ദിവസം കിടപ്പോ എന്ന് വെച്ചാൽ അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ടായിരിക്കും അവരത് ഫിനിഷ് ചെയ്യുന്നത് സമയത്തിനേക്കാളും മുമ്പ് അല്ലെ. കുറച്ചുകൂടി നേരത്തെ ആത്മാഭിമാനം എന്ന് വെച്ചാൽ അവർക്ക് എന്താ പറയണേ ടൈപ്പ് എ കാറ്റഗറിയിലുള്ളവർക്ക് കുറെ സെൽഫ് എക്സ്റ്റീം ഒക്കെ ആയിരിക്കും അല്ലെ. അത് കുറച്ച് എങ്ങനെയെങ്കിലും എല്ലാവരെക്കാൾ മുമ്പ് കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള രീതിയിൽ ചെയ്ത് തീർത്ത് അല്ലെ കാര്യങ്ങൾ നേടിയെടുക്കണം എന്നുള്ള ഒരു മനോഭാവമായിരിക്കും. സോ അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ടെന്നാണ് എടുത്ത് പറയുന്നത്. ഓക്കെ, രണ്ടും വേണം അല്ലെ. ആരോഗ്യം വേണം, എന്ന സമയത്ത് ചെയ്തു തീർക്കേണ്ടതും ആവശ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പേഴ്സണാലിറ്റിയും ഒക്കെയാണോ ഇങ്ങനെയൊക്കെയുള്ള പേഴ്സണാലിറ്റി ഉള്ളവരുണ്ടോന്നാണോ? ആണോ? ഒരു എംപ്ലോയീസിനെ എടുക്കുമ്പോൾ ഇങ്ങനെയുള്ള വ്യത്യസ്ത നേച്ചറുകൾ ഉണ്ടാവാൻ സാധ്യതയില്ലേ? പേഴ്സണാലിറ്റികൾ ഉണ്ടാവാൻ സാധ്യതയില്ലേ? നമ്മൾ ഓരോന്നും പറഞ്ഞു പോയപ്പോ അത്തരത്തിലുള്ള പേഴ്സണാലിറ്റി ഉള്ള വ്യക്തികൾ ഉണ്ടാവാൻ സാധ്യതയില്ലേ? ഉണ്ടോ? ആണോ? എനിക്കൊന്നും തോന്നുന്നില്ല ഇങ്ങനെയൊക്കെയുള്ള വ്യത്യസ്ത വ്യക്തിത്വത്തിന് ഉടമകളാവാൻ സാധ്യതയുണ്ടെന്നൊന്നും തോന്നുന്നില്ല. സ്കെച്ച് എടുക്കാൻ കഴിയുന്നവരുണ്ടാവാം, മറ്റുള്ളവരെന്ന് അവാർഡ് കേൾപ്പിക്കാനുണ്ടാകും അല്ലെ. അവാർഡ് സ്വീകരിക്കണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടാവാം, മികച്ചൊപ്പം നിൽക്കുന്നവരുണ്ടാവണമെന്നുണ്ടാവാം, അതേപോലെ തന്നെ ആജ്ഞകൾ അനുസരിച്ച് പോകണമെന്നുണ്ടാവാം.
നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി അച്ചീവ്നെസ് മറ്റുള്ളവരെ കൊണ്ടൊക്കെ നന്നായിട്ട് ജോലി ചെയ്യിപ്പിക്കാൻ കഴിവ് പ്രാപ്തിയൊക്കെ ഉള്ളവരുണ്ടാവാം. പിന്നെ ടൈപ്പ് അല്ലെ അവര് എന്താണ് സമയത്തിന് ചെയ്ത് തീർക്കണം എന്നുള്ള മനോഭാവം ഉള്ളവരുണ്ടാവും. എന്നാൽ സമയത്തിന് അങ്ങനെ തീർക്കണമെന്നല്ല, എങ്ങനെയെങ്കിലും ടാർഗറ്റ് അറ്റൈൻ ചെയ്യണമെന്നൊക്കെ ഉണ്ടാവും മറ്റുള്ള ഇതായിരിക്കാം. അപ്പോ ആ ഒരു പേഴ്സണാലിറ്റിയൊക്കെ നമുക്ക് വായിച്ചു തന്നെ പോകാനായിട്ട് ശ്രമിക്കാം. സിമ്പിളായിട്ടൊക്കെ ഇതിന്റെ ക്വസ്റ്റ്യൻസ് കാണാറുണ്ട് കേട്ടോ. ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് റെസ്പെക്ട് ചെയ്യുമ്പോൾ ക്ലിയർ ആണ്. ഒരു പോയിന്റും കൂടെ ഉണ്ട്, വർക്ക് എത്തിക് ഓറിയന്റേഷൻ. അതെടുത്താൽ കൊണ്ട് നമുക്ക് ക്രോസ് ചെയ്യണ്ട, അല്ലെങ്കിൽ തന്നെ ഇച്ചിരി ബുദ്ധിമുട്ടേറിയതാണ്. ഓക്കെ, എനിവേ ഇന്നടുത്തത് ഓക്കെയാണ്. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ഏതെങ്കിലും ആൻസർ പറയേണ്ടതുണ്ടോ? ഒന്നും പറയേണ്ടതില്ല. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു മാം. Thank you, ma'am.